അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സൺഡേ ആണ്. ഞാനും ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട്, ഒരു ബഹുമാന്യായ ഗസ്റ്റ്. ഇദ്ദേഹത്തെ പലപ്പോഴും കാണാറില്ലല്ലോ. ഇപ്പോൾ ടീനേജർ ആയ സമയത്ത് ഭയങ്കര ജാടയാണ്. എൻ്റെ വീഡിയോയിലൊന്നും വരില്ല, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. ഇന്നിപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് കൊടുത്ത് ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നിരിക്കുകയാണ് പാപ്പുക്കുട്ടി. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് ചായയൊക്കെ കുടിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് തോന്നിയത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചായയുടെ കൂടെ ഞങ്ങൾ കഴിക്കുന്ന റെഗുലറായിട്ട് നമ്മൾ ഡെയിലി കഴിക്കുന്ന കുറച്ച് സംഗതികൾ, അത് നിങ്ങൾക്കറിയാലോ. ഈ ചായയുടെ കൂടെ കടി അല്ലെങ്കിൽ ഈ കൊറിക്കുക എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഒരു വീക്ക്നെസ് ആണ്. 99% ഈ കൊറിക്കുന്ന സംഗതികളും ഈ കടികളും ഒക്കെ അൺഹെൽത്തി ആണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ചില സംഗതികളൊക്കെ ചായയുടെ കൂടെ കൊറിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഉപദേശിക്കാൻ പാടും അല്ലേ. കുറച്ച് കാലമായിട്ട് ഞാനും പാപ്പുവും ഞങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമാക്കിയ കുറച്ച് കൊറിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ പാപ്പു കുറച്ചപ്പോൾ ചോദിക്കുന്നത്, എന്താ ഈ കൊറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുമുറുന്ന് കഴിക്കില്ലേ പാപ്പു? ഇപ്പൊ നമ്മള് കടലയൊക്കെ കൊറിക്കുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ലേസും കുർക്കുറയൊക്കെ ഞാൻ പറയായിരുന്നു, ഈ ലേസ് കുർക്കുറയൊക്കെ നമ്മുടെ ഈ ഡയറ്റിന്റെ ഒക്കെ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം അതെന്തുകൊണ്ടാ? ആ കറുമുറും കൊണ്ടല്ലേ ഇഷ്ടം ആണല്ലോ. പാപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പരമാവധി കുറച്ചേ വാങ്ങിക്കൊടുക്കാറുള്ളൂ എപ്പോഴെങ്കിലും. കാരണം നമുക്കറിയാലോ, നമ്മുടെ ഈ കറുമുറുന്ന് കഴിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുട്ടികൾക്കും ഇവൻ നമ്മൾക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രിയകരമായത്. അപ്പോൾ ഇതൊക്കെ അൺഹെൽത്തി ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, അപ്പോൾ ഇതിന് ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ കൊറിക്കാൻ പറ്റും വേണം, എന്നാൽ ഹെൽത്തി ആവും വേണം, അങ്ങനെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇത് ഞാൻ വളരെ ഡെലിബറേറ്റ്ലി എൻ്റെയും പാപ്പുവിൻ്റെയും ഡയറ്റിൽ, ഇവളെപ്പോഴും എന്നോട് ചോദിക്കും, എന്തിനാ അമ്മ ഇതൊക്കെ എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ അവൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് കഴിപ്പിക്കാറുള്ളത്. കാരണം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ല, അല്ലാതെ കഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ട് കഴിക്കരുത്, എന്തുകൊണ്ട് കഴിക്കണം, അത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള, ഇനിയിപ്പോൾ ചായയുടെ കൂടെ തന്നെ കഴിക്കണം എന്നൊന്നുമില്ല, ഞങ്ങളിത് ചിലപ്പോൾ രാത്രി കഴിക്കും, ചിലപ്പോൾ രാവിലെ കഴിക്കും, പക്ഷേ ഡെയിലി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ സംഗതികളും നിങ്ങൾ കഴിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ വില പലതും കുറച്ച് വില കൂടിയതാണ്, വില കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണഗണങ്ങൾ, ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്കത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ പാപ്പുക്കുട്ടി വൈകുന്നേരം ചായയുടെ കൂടെ ഞാൻ മാക്സിമം കഴിപ്പിക്കാൻ ശ്രമിക്കാറുള്ള ഒരു സംഭവമാണ്. ഇന്നും അവൾക്ക് എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. അതെന്താണ്? ബ്രൗൺ ബ്രെഡ്. എനിക്ക് എല്ലാവരുടെ പറയാനുള്ള ഒരു കാര്യം, കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് വൈറ്റ് ബ്രെഡ്. എന്തുകൊണ്ടാണ് പാപ്പു വൈറ്റ് ബ്രെഡ് എന്തുകൊണ്ടാണ് അമ്മ വാങ്ങാത്തത്? പാപ്പു അറിയാലോ. ബ്രൗൺ ബ്രെഡ്, വൈറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് മൈദയാണ്, അത് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതിൽ പ്രത്യേകിച്ചിട്ട് യാതൊരു ന്യൂട്രിയൻസും ഇല്ല. എന്നാൽ ബ്രൗൺ ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ബ്രെഡിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറുപ്പം മുതൽക്ക് തന്നെ പാപ്പുവിന് ബ്രൗൺ ബ്രെഡാണ് കൊടുത്ത് ശീലിക്കാറുള്ളത്. അതിന്റെ മുകളിൽ ഈ തേച്ചിരിക്കുന്നത് എന്താ പാപ്പു? അത് പീനട്ട് ബട്ടർ. എന്താണ് പീനട്ട് ബട്ടർ? നോക്കൂ, നമ്മുടെ ഇതില് കുട്ടികൾക്ക് ഈ തേച്ച് കൊടുക്കാൻ പറ്റിയ കുറേ സംഗതികൾ. ഇപ്പം ഈ ക്രീം, അതായത് ചോക്ലേറ്റ് ക്രീമുകൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്, ഇവൾക്കും ഇഷ്ടമാണ്. നട്ടല്ല ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാക്സിമം കുറച്ചാണ്, എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കുട്ടികളല്ലേ. പക്ഷേ അതൊരു ശീലമാക്കരുത്. കാരണം അങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര പ്രോസസ്ഡ് ആണ്, അതിൽ ന്യൂട്രിയൻറ്റ് ക്വാളിറ്റി വളരെ കുറവാണ്. എന്നാൽ ഈ പീനട്ട് ബട്ടർ ഉള്ളതിൽ വെച്ച് ഭേദമാണ്. ഈ പീനട്ട് ബട്ടറിൽ എന്താണ്? ധാരാളം പീനട്ട് തന്നെ, ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക പൾസാണ്. പീനട്ടിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്? പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. സോ ഈ പീനട്ട് ബട്ടർ കമ്പാരിറ്റീവ്ലി കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഈ സ്പ്രെഡ് നമ്മൾ ഈ ഇതിൽ തേച്ച് കൊടുക്കില്ലേ, ഇപ്പം ജാമൊന്നും ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. അതിലൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ വെറുതെയാണ്. അതിനൊക്കെ പകരം കുട്ടികൾക്ക് തേച്ച് കൊടുക്കാവുന്ന ഒരു സാധനമാണ് പീനട്ട് ബട്ടർ. അപ്പോൾ അതാണ് ഞാൻ അവൾക്ക് തേച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെതാ ഒരു ബുൾസൈ. പാപ്പ ഒരു എഗ് പേഴ്സൺ ആണ്. ലക്കിലി അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബുൾസൈ ഇഷ്ടമാണ്. പക്ഷെ എന്താണ്, ഇത് പൊട്ടാൻ പാടില്ല, ഇത് വളരെ ബുദ്ധിമുട്ടാ. വത്സലേച്ചി കഷ്ടപ്പെട്ട് ഈ മഞ്ഞ പൊട്ടാൻ പാടില്ല, ഇതുപോലെ വേണം, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നോർമലി അവളുടെ ഒരു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു ഭക്ഷണം. ഓക്കെ, നീ കഴിക്കണം, കഴിച്ചോ. ഇതിപ്പോൾ കുറച്ചു നേരമായിട്ട് ഞാനത് കഴിക്കാൻ കൊടുത്തിട്ടില്ല, നിങ്ങളെ കാണിച്ചിട്ട് കഴിപ്പിക്കുക. നീ കഴിച്ചോ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അതൊന്നാമത്തേത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു സ്ഥിരം കൊറിക്കൽ സംഭവങ്ങൾ, അതാണ് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത്. ഇത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ആൾ ഇതാണ്. ഇതെന്താ പാപ്പൂസേ? മഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടസ് സീഡാണ്. അതായത് നമ്മുടെ ഈ താമരയുടെ സീഡ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, അതാണെന്ന് എന്താ പറയുക, ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു. ലോട്ടസ് സീഡ്, ഇങ്ങനെ ഒരു സീഡൊക്കെ ഉണ്ടോ ലോട്ടസിനെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മഖാന. ഈ മഖാന ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് നല്ല കറുമുറുന്ന് കണ്ടോ,
ആ ക്രഞ്ച് കണ്ടോ, കർക്കുറുക്കും. ഇത് ആക്ച്വലി നമ്മൾ വാങ്ങിയിട്ട് നന്നായിട്ട് വേണമെങ്കിൽ ഒരു ലേശം നെയ്യ് വേണമെങ്കിൽ ചേർക്കാട്ടോ. ഒരു ലേശം നെയ്യ് ഒന്നിങ്ങനെ തടവിയിട്ട് നന്നായിട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ കറുമുറുന്ന് കഴിക്കാൻ പറ്റുന്ന, കണ്ടോ സൗണ്ട് വെക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കറുമുറുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഒരു പ്രശ്നം, അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ധാരാളം മഗ്നീഷ്യവും അതുപോലെ തന്നെ ധാരാളം ധാതു ലവണങ്ങളും പ്രോട്ടീനും omega-3 ഫാറ്റി ആസിഡ്സും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഫൈബറും ധാരാളം ഉണ്ട്. സോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞല്ലോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കറുമുറു സാധനമാണ് ഈ പറയുന്ന മഖാന. ഒന്ന് നമ്മുടെ ചീനച്ചട്ടിയിലിട്ടിട്ട് ലേശം നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല സുഖമായിട്ട്, പ്രത്യേകിച്ചിട്ട് പാപ്പുന് ഭയങ്കര ഇഷ്ടമാണ്. പാപ്പു ഇത് നന്നായി കഴിക്കും. ഓക്കെ, അതൊന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള് ആൽമണ്ട്. ഓക്കെ, ബദാം. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ബദാമിൻ്റെ ഗുണങ്ങൾ. നോക്കൂ, ബദാമിനും വിലയുണ്ട്, അത് സത്യമാണ്. ഇത് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല കറുമുറൊന്നുമല്ല, പക്ഷേ വളരെ ഹെൽത്തിയാണ്. ധാരാളം പ്രോട്ടീനും ഫൈബറും ഉണ്ട്. അതുകൂടാതെ നല്ല രീതിയിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള സംഭവമാണ്. ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്, അറിയാലോ. വൈറ്റമിൻ ഇയുടെ ഏറ്റവും നല്ലൊരു സോഴ്സാണ് ആൽമണ്ട്. അപ്പോൾ ആൽമണ്ട് വെള്ളത്തിൽ കുതിർത്തി തലേ ദിവസം കുതിർത്തിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു 3 ആൽമണ്ട് വെച്ചിട്ട് ഞാനും പാപ്പും കഴിക്കാറുണ്ട്. പലപ്പോഴും അധികം രാത്രിയൊക്കെയാണ് കഴിക്കുക. അടുത്ത ആള്, പാപ്പാ സൗണ്ട് ഇട്ടോ ഇതിൽ കേൾക്കില്ലടോ. അടുത്ത ആളിതാ പംകിൻ സീഡ്. നമ്മുടെ എന്താണ് പംകിൻ്റെ മലയാളം എന്താ പാപ്പുവോ? മത്തങ്ങ. ഈ മത്തങ്ങയുടെ സീഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന് കിലോന് എന്തൊരു വിലയാണെന്നറിയോ? മത്തങ്ങ നമ്മൾ നമ്മുടെ വീട്ടിൽ മത്തങ്ങയായിട്ട് വാങ്ങുമ്പോൾ അത്ര വിലയൊന്നുമില്ല. നിങ്ങൾ അതിന്റെ സീഡ് കളയരുത് കേട്ടോ. മത്തങ്ങയുടെയൊക്കെ സീഡ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണക്കി വറുത്ത് കഴിച്ചാൽ എത്ര നല്ല ന്യൂട്രിയൻസ് ആണ് ഈ സംഭവത്തിൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയോ? നല്ല രീതിയിൽ മഗ്നീഷ്യം നമുക്ക് നന്നായി ഉറക്കം തരാനും ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ പേശികൾക്ക് നല്ല ബലം കൊടുക്കാനൊക്കെ മഗ്നീഷ്യം വളരെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഉറക്കം, നല്ല സൗണ്ട് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത് നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുമ്പോൾ കിലോന് നല്ല വിലയാണ്. പക്ഷേ നമ്മൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ പണ്ടൊക്കെ മത്തങ്ങയുടെ കുരുവൊക്കെ കളയില്ലേ നമ്മൾ? ഇപ്പോൾ ഓലനും കാളനും അവിയലുണ്ടാക്കാനാണ് പ്രത്യേകിച്ചിട്ട്. കാളനൊന്നും ഉണ്ടാക്കാൻ മത്തങ്ങ ഉപയോഗിക്കില്ല, സോറി. അവിയലുണ്ടാക്കാനാണ് പ്രത്യേകിച്ചിട്ട് മത്തങ്ങയൊക്കെ ഉപയോഗിക്കുന്ന സമയത്തേ ഓലനും ഉപയോഗിക്കും. അപ്പോൾ ഈ മത്തങ്ങ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കുരുവൊക്കെ കളയാറില്ലേ? നോക്കൂ, ആ കുരു കളയാതെ എടുത്ത് വെച്ചിട്ട് ഒന്ന് വറുത്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നല്ലതാണെന്നറിയോ? അപ്പോൾ ഞാൻ ഇതും പാപ്പുവിന് പാപ്പു സാർ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അടുത്തത് ഇതെന്താണെന്നറിയോ? ഇതാണ് സൂര്യകാന്തിയുടെ സീഡ്. ഈ സൂര്യകാന്തിയുടെ ഇത് ഇതുപോലെ തിന്നരുത് കേട്ടോ. പാപ്പുവിന് ഓർമ്മ ഉണ്ടോ അമ്മ ഒരു തവണ ഇത് ഇതുപോലെ തിന്നത്? ഇങ്ങനെ ഞാനൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട് പണ്ട്. ഇത് ഇങ്ങനെ പൊട്ടിക്കണം. ഓക്കെ, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ആ സീഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു വലുത്, ചിലതിലൊക്കെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാലേ ഇതിൻ്റെ ഉള്ളിലൊരു സീഡ് വരും. ഇതുണ്ടോ സൂര്യകാന്തി സീഡ്? ഇങ്ങനെ ഒരു സീഡ് കിട്ടും. ഈ സീഡ് ഒരു ദിവസം ഒരു 3-4 എണ്ണെങ്കിലും ഞാനും പാപ്പും കഴിക്കാറുണ്ട്. വളരെ ഹെൽത്തിയാണ്. പ്രശ്നം ഇതിൻ്റെ വില തന്നെയാണ്, കുറച്ച് വില കൂടിയ സാധനമാണ്. പക്ഷേ സൺഫ്ലവർ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി റിച്ച് ഇൻ വൈറ്റമിൻ ഇ, omega-3 ഫാറ്റി ആസിഡ്സ്. നമുക്ക് ഹൃദയത്തിന് നല്ല ഹെൽത്ത് കിട്ടുന്ന omega-3 ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഇ ഒക്കെ ധാരാളം ഉള്ളതാണ്. നല്ല രീതിയിൽ ഫൈബറും അതുപോലെ തന്നെ പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ്. സൂര്യകാന്തി സീഡിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ തീരില്ല, ധാരാളം ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല വിലയുണ്ട്, അതാണ് ഒരു പ്രശ്നം. അടുത്തത് പിസ്ത. ഇത് നമുക്ക് വറുത്തിട്ട്, ഈ സൂര്യകാന്തി സീഡ് നമുക്ക് വറുത്തിട്ട് കഴിക്കാൻ പറ്റുന്ന കേട്ടോ, നല്ല കറുമുറുന്ന് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അടുത്തതാണ് പിസ്തയും പ്രോട്ടീൻ്റെ കലവറയാണ്. വളരെ അടിപൊളി സാധനമാണ്. ഇതുപോലെ തന്നെ വറുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വാൽനട്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം വിലയാണ്. പലരും ഇപ്പോൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. എന്താ പറയുക, ഇതൊന്നും സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതെല്ലാം കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന, ഇപ്പോൾ വീട്ടിൽ മത്തൻ്റെ കുരു എടുത്തു വെച്ചിട്ട് വറുത്ത് കഴിക്കാൻ പ്രത്യേകിച്ചിട്ട് ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ മത്തൻ ഉപയോഗിക്കുന്ന വീട്ടുകാരൊന്നും കുരു കളയരുത്, അതാണ് എനിക്ക് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത്. ഈ വാൽനട്ടിൽ പ്രത്യേകിച്ചിട്ട് വൈറ്റമിൻ ഇയും omega-3 ഫാറ്റി ആസിഡ്സും ധാരാളം ഉണ്ട്. പ്രോട്ടീനും ഫൈബറും ധാരാളം ഉണ്ട്. നല്ല രീതിയിൽ ഹൃദയത്തിൻ്റെ ഹെൽത്തിന് നമ്പർ 1 ആണ് കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുന്നത് ചിലപ്പോൾ ഈ ചന, ഇങ്ങനെയുള്ള റോസ്റ്റഡ് ചനയാണിത്. റോസ്റ്റഡ് ചന. ഈ ചന എന്ന് പറയുന്നത് നമ്മുടെ സാധാരണത്തെ ഈ വെള്ള കടലയാണ്. ഇത് റോസ്റ്റഡ് ആയിട്ട് കിട്ടും. ഇത് റോസ്റ്റഡ് ആയിട്ട് നല്ല കറുമുറുവെന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻ ബി എല്ലാ സംഭവങ്ങളും B1 B2 എല്ലാം ഉള്ളതാണ് ചന. പിന്നെ ഇത് റൈസിൻ, നമ്മുടെ ഉണക്കമുന്തിരിയിൽ ധാരാളം അയേൺ ഉണ്ട്.
അതുപോലെ തന്നെ ധാരാളം മിനറൽസ് ഉണ്ട്, വളരെ പ്രോട്ടീൻ റിച്ച് ആണ്, ഫൈബർ റിച്ച് ആണ്. ഇത് നിങ്ങൾക്ക് അനീമിയൊക്കെ ഉണ്ടാവുന്നത് തടയും. പിന്നെതാ ഇത് പാപ്പുവിനെ കൊണ്ട് ഞാൻ എങ്ങനെ കഴിപ്പിക്കാൻ നോക്കിയാലും ആ കുട്ടി കഴിക്കില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ ഞാൻ ഇതൊന്ന് കഴിക്കാറുണ്ട്. ഇത് നമ്മുടെ അറിയാലോ ഡേറ്റ്സ്. ഇവിടെ പിന്നെ ഞാൻ UAE ആയതുകൊണ്ട് തന്നെ ഡേറ്റ്സ് ആക്ച്വലി ഇവിടെ യഥേഷ്ടം കിട്ടും, വലിയ വിലയുമില്ല. നമ്പർ 1 ആണ് നമുക്ക് അനീമിയ, വിളർച്ച ഉണ്ടാവാതിരിക്കാൻ. ധാരാളം അയേൺ, പിന്നെ ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉണ്ട്. പക്ഷെ അയേണിൻ്റെ കലവറയാണ്. സോ ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നത്, ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സംഭവങ്ങൾ വീട്ടിൽ വാങ്ങിയിട്ട് ഒന്ന് വറുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറിക്കണം എന്ന് തോന്നുമ്പോൾ ലേസും കുർക്കുറയും അങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങളും ചിപ്സും ഒക്കെ കുറിക്കുന്നതിന് പകരം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കുറിച്ച് കഴിക്കാൻ പറ്റിയാൽ അറ്റ്ലീസ്റ്റ് വില കുറഞ്ഞ, അപ്പോൾ അച്ചാന, റോസ്റ്റഡ് ചാനയ്ക്ക് അധികം വിലയൊന്നുമില്ല. വില കുറഞ്ഞ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. റോസ്റ്റഡ് ചന നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ആൽമണ്ടും വലിയ വിലയൊന്നുമില്ല. നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും കൊടുക്കുന്ന പൈസ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു മാസം ഒരു സിനിമയ്ക്കോ 2 സിനിമയ്ക്കോ പോയാൽ തന്നെ 1,500 രൂപ പൊട്ടും. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ 2 കിലോ സുഖമായിട്ട് ഒരു 1.5-2 മാസം പോകാനുള്ള ആൽമണ്ട് നമുക്ക് വാങ്ങി വെക്കാം. സോ ഈ വില കൂടുതൽ പറയുന്ന ആളുകളെ എന്തൊക്കെ പൈസ അനാവശ്യമായിട്ട് ഒന്നും വേണ്ട, കള്ളു കുടിക്കാനും സിഗരറ്റ് വലിക്കാനും ഇതിൻ്റെ ഇരട്ടി പൈസ കളയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയും അയ്യോ ഇതിനൊക്കെ വലിയ വിലയാണല്ലോ എന്ന്. നമുക്ക് സെലക്റ്റീവായിട്ട് അങ്ങനെ വില മാത്രം നോക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന പൈസ നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളെ മറന്നുപോയി, കാഷ്യൂ. ഈ കാഷ്യൂ ഡെയിലി കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, കാര്യം ഇതിൽ അത്യാവശ്യം നല്ല ഫാറ്റ് ഉണ്ട്. പക്ഷേ ഇത് നല്ല ഫാറ്റി ആസിഡ്സ് ആണ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്, നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണ്. പക്ഷേ എങ്കിൽ പോലും ഡെയിലി ഒന്നും കഴിക്കേണ്ട. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഒരു 2 കാഷ്യൂ വേണമെങ്കിൽ കഴിക്കാം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം മഖാന ആക്ച്വലി വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിങ്ങൾക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്നതാണ്. 1 കിലോ വാങ്ങിയാൽ തന്നെ ഒരു 2 മാസം സുഖമായിട്ട് പോകും. 1,500 രൂപ വില മാത്രമേ ഉള്ളൂ. അപ്പോൾ മഖാന നിങ്ങൾ പറ്റുമെങ്കിൽ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കണം. ഇതൊരു പുതിയ, ആക്ച്വലി ഞാൻ ഇപ്പോൾ പാപ്പുവിന് കൊടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 5-6 മാസമായി. നല്ല സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ. അപ്പോൾ പാപ്പൂസേ അവിടെ പോയിട്ട് മൊബൈൽ ഓണാണോ എൻ്റെ എന്താ പറയുക, ഇന്നത്തെ പാർട്ണറാണ് എൻ്റെ വീഡിയോൻ്റെ. അപ്പോൾ എന്താ പാപ്പുന് പറയാനുള്ളത്? ഗിവ് യുവർ അഡ്വൈസ്. These taste terrible. എൻ്റെ വീഡിയോ കുളമാക്കാനാണല്ലേ? അതിനെ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നുട്ടല്ല വെച്ച് നോക്കുമ്പോൾ പീനട്ട് ബട്ടറിന് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതിയോ പാപ്പു? നമ്മുടെ ഹെൽത്ത് കൂടി നോക്കണ്ടേ? അവർ പറയുന്നത് ശരിയാണ്. പീനട്ട് ബട്ടറിന് അത്ര വലിയ മോശം ടേസ്റ്റും ഇല്ല. യു ലൈക്ക് ഇറ്റ് റൈറ്റ്? I like peanut butter. I'm talking about nuts. നട്ട്സിന്റെ കാര്യം. ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ കുറിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹെൽത്തി ആയിട്ട് കുറിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അത്ര മോശം ടേസ്റ്റും അല്ലല്ലോ. നമ്മളെന്നും കഴിക്കാറുണ്ടല്ലോ. യെസ്, ഞാൻ കുത്തി കയറ്റാറുണ്ട്. ഓക്കെ, പക്ഷെ ഇനി എന്തെങ്കിലും പറയാണ്ടോ? സോ ഈറ്റ് ഹെൽത്തി, തിങ്ക് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. അതിൽ മെയിൻ ആയിട്ട് എന്താണ്? തിങ്ക് ഹെൽത്തി അല്ലേ ബാപ്പു? മനസ്സ് നന്നായാൽ ശരീരവും നന്നാവും. അപ്പൊ ശരി, അപ്പൊ സൺഡേ എല്ലാവർക്കും ബൈ. ജസ്റ്റ് പറയുന്നില്ലേ, സ്പെഷ്യൽ ബൈ പറയൂ. കുറേ പേര് പാപ്പുവിനെ പറ്റിയിട്ട് ഇനി ചോദിക്കും. Okay. Next appearance will be in 6 months. എൻ്റെ അമ്മേ, അടുത്ത അപ്പിയറൻസിന് 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ ചേച്ചി. ഓക്കെ, ബൈ. Bye.